ഷാർജയിൽ നടക്കുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസ പ്രദർശനത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കലാലയം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്റ്റഡി ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് മലപ്പുറത്തു നിന്നുള്ള ഈ കോളേജ് ഷാർജയിലെത്തിയത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള 85 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ പ്രദർശനത്തിൽ എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. കാരണം ഒരു പ്രത്യേക പവലിയൻ ഉള്ളത് ഇന്ത്യക്കും അതേപോലെ തന്നെ മലേഷ്യയ്ക്കുമാണ്. അതിൽ കേരളത്തിൽ നിന്ന് എടുത്തു പറയാവുന്നത് മലപ്പുറം ജില്ലയിലെ സാഫി കോളേജാണ്. എന്താണ് ഈ പ്രദർശനത്തിൽ സാഫിയുടെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത? 20 വർഷമായി സാഫിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ്. സാഫിയെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് വളരെയധികം ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള കുട്ടികളോട് പഠിക്കുന്നുണ്ട്. യുപിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിലൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള കൾച്ചർ വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പോലും നമ്മുടെ കോളേജിലേക്ക് വരണം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് നമ്മുടെ ഒരു കോളേജ് മാത്രം ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലാണല്ലോ നിങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു അതിൻ്റെ തെരഞ്ഞെടുപ്പും ഇതൊക്കെ? ഇവിടേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് സാഫി മാത്രം എത്തുന്നത് എങ്ങനെയാണ്? സാഫിയിൽ സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ പാർട്ട്നേഴ്സാണ് സാഫി. മറ്റ് IIMകളും IITകളും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാമിലെ പാർട്ട്നേഴ്സായി എന്നുള്ള നിലക്ക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഇൻവിറ്റേഷൻ നമുക്ക് ലഭിക്കുകയും നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാനുണ്ടായിട്ടില്ല. ഇവിടെ എന്തെങ്കിലും പ്രത്യേക കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ 15 ഡിഗ്രി പ്രോഗ്രാമുകളും 7 PG പ്രോഗ്രാമുകളും 2 ITEP പ്രോഗ്രാമുകളും 2 PhD പ്രോഗ്രാമുകളാണുള്ളത്. ബയോടെക്നോളജി, മൈക്രോബയോളജി, ഫുഡ് ടെക്നോളജി, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങൾക്കൊക്കെ ഡിഗ്രിയും PGയും ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BCA, കമ്പ്യൂട്ടർ സയൻസ്, മൾട്ടിമീഡിയ പോലെയുള്ള കോഴ്സുകളുണ്ട്. MSW ഉണ്ട്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഏക കോളേജും ഇത് ഫറൂഖ് സാഫി മാത്രമാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര ഒരു മേളയിൽ എങ്ങനെയാണ് നമ്മുടെ കോളേജിനോടുള്ള പ്രതികരണമൊക്കെ? പ്രതികരണം വളരെ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കോളേജിലെ പ്രത്യേകിച്ചും ചില കോഴ്സുകളുടെ സ്പെഷ്യാലിറ്റീസ് ഈ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മെറിറ്റ് അഡ്മിഷൻ ആണെങ്കിലും മാനേജ്മെൻറ്റ് അഡ്മിഷൻ ആണെങ്കിലും അതേപോലെ NRE കോട്ടയാണെങ്കിൽ പോലും എല്ലാത്തിനും ഒരേ ഫീസ് മാത്രം മേടിക്കുന്ന, ക്യാപിറ്റേഷനോ ഡൊണേഷനോ മേടിക്കാത്ത രീതിയിലാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നു പോകുന്നത്. 4 ദിവസത്തെ മേള നാളെയാണ് സമാപിക്കുന്നത്. അക്ഷയ് പേരാവരിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ.